അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? There are different types of spillage waste in hospitals പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, radioactive materials. ബിന്ദു കണ്ടിന്യൂ. ബാക്കി എല്ലാവരും ഓക്കേ. Blood and body fluids, chemicals, sharps, radioactive materials, organic materials, hospitalized utilized organic materials for research of diagnostic purposes, microorganisms like bacteria, virus, etc. Other dangerous materials such as hospitals may utilize other dangerous materials such as mercury, lead used in medical equipment and supplies. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചു അല്ലേ? അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഹൗ ടു മാനേജ് ദോസ് കൈൻഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ദർ ആർ സം റൂൾസ് ആൻഡ് റെഗുലേഷൻ വി ഷുഡ് ഫോളോ. ഓക്കെ, നമ്മൾ ചില സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം. ഇത്തരത്തിലുള്ള സ്പില്ലേജസ് ഉണ്ടായാൽ വി ഷുഡ് ഫോളോ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ഏതൊക്കെയായിരുന്നു അത്? അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പ് ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ വാട്ട് ആർ ദ സ്റ്റെപ്സ്? Wear protective equipment, contain the spill, disinfect the area. Then area should be clean using water and general purpose detergent allowed to air dry. Get rid of waste. Hand hygiene should be done. Okay. നമ്മളൊരു സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതായിരുന്നു സൊല്യൂഷൻ? Hypochlorite solution. 1% hypochlorite solution. Okay, that's very important. Then now we are going to discuss about mercury spillage waste management. Okay, mercury spillage waste management. Page number 4. Rijo. Page number 4. Mercury spillage waste management. Okay, clear alle? Is it clear? Clear. Okay. Mercury leakage can be dangerous to human health and the environment, and actual management is vital. We all know that എന്താണ്? Mercury is a dangerous substances. Mercury എന്ന് പറയുന്നത് ഒരു dangerous ആയിട്ടുള്ള ഒരു substances ആണ്. അത് ഹ്യൂമൻ ഹെൽത്തിനെയും നമ്മുടെ എൻവയോൺമെന്റിനെയും ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ്, ഒരു മെറ്റീരിയൽ ആണ് മെർക്കുറി എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എവിക്ട് ദ ഏരിയ ഇഫ് മെർക്കുറി സ്പില്ലേജ്, മെർക്കുറിയുടെ ഒരു ലീക്കേജ് ഉണ്ടായാൽ വാട്ട് ആർ ദ സ്റ്റെപ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? എവിക്ട് ദ ഏരിയ. എന്താണ് എവിക്ട് ദ ഏരിയ എന്ന് പറഞ്ഞാൽ? ഏരിയ എവിക്ട് ചെയ്യുക, ഏരിയ ഒഴിപ്പിക്കുക. If the spill is important, evict the area and call emergency services. Okay, evict the area എന്താണ്? ഇത്തരത്തിലൊരു സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ഏരിയ ഒഴിപ്പിക്കണം, എവിക്ട് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം ആ ഏരിയ. പിന്നെന്താണ്? എമർജൻസി സർവീസിന് കോൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എവിക്ട് ദ ഏരിയ. ക്ലിയർ ആണല്ലോ? എവിക്ട് ദ ഏരിയ. And then second steps എന്താണ്? Take away jewelry. Jewelries remove ചെയ്യണം. എന്തുകൊണ്ടാണ്? Take away all jewelry from hands and wrists so that the mercury can't combine with the valuable metals. ഈ മെർക്കുറിക്ക് മറ്റുള്ള മെറ്റൽസുമായിട്ട്
ഒരു എന്താണ് കമ്പൈൻ ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്, ബ്ലെൻഡ് ആവാനായിട്ട് അല്ലെങ്കിൽ മെർജ് ആവാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നിന്നും നമ്മുടെ ഈ ജ്വല്ലറീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജ്വല്ലറീസിനെ ഡാമേജ് ചെയ്യും. അപ്പൊ ഈ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതെന്താ PPE വെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓർണമെന്റ്സ് എല്ലാം അല്ലെങ്കിൽ വാച്ച് പോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞങ്ങളുടെ ഇവിടെ ഇടിയാണ്. എന്തോ ഷീജ? കൊല്ലാനൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. ഇവിടെ ഇടിയുണ്ട്, ഇടി. ഓക്കെ ഓക്കെ. ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ ഷീജ. ഓക്കെ. അപ്പൊ എന്താണ് ടേക്ക് അവേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ചെയ്യണം. ഓക്കെ. ഇത്തരത്തില് സ്പില്ലേജ് ഉണ്ടായാൽ ആ ഏരിയ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. പിന്നെന്താണ്? എമർജൻസി സർവീസ് കോൾ ചെയ്യണം. ദെൻ ടേക്ക് അവേ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ഇത്തരം മെർക്കുറിക്ക് ഇത്തരം മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ എന്തെല്ലാം ജ്വല്ലറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? മിസ് രണ്ടാമത്തെ ഒന്നുകൂടി പറയാം. ഏതായിരുന്നു? ടേക്ക് അവേ ജ്വല്ലറീസ് ആണോ? അതായത് മെർക്കുറിക്ക് ഇത്തരം മെറ്റൽസുമായിട്ട്, ഇപ്പൊ ഗോൾഡ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ, ഇത്തരം മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെർജ് ചെയ്യാനായിട്ട്, കൂടിച്ചേരാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഇത്തരം ജ്വല്ലറീസ് കയ്യിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? കനോട്ട് കമ്പൈൻ എന്നല്ല പറയുന്നത്. മെർക്കുറി cannot combine with the valuable metal. cannot അല്ല അവിടെ. ഓക്കെ, കേട്ടില്ല. എന്ത്? നോട്ട് വേണ്ട. ഓക്കെ. അല്ല മാം, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള നോട്ടിലുള്ളത് സെക്കൻഡ് പോയിന്റ് അല്ല, തേർഡ് പോയിന്റിൽ പറയുന്നത് ജ്വല്ലറീസ് ആയിട്ട് കമ്പൈൻ ചെയ്യില്ല എന്നല്ല പറയുന്നത്. മെർക്കുറി കനോട്ട് കമ്പൈൻ എന്നല്ലേ? നോട്ട് വേണ്ട അവിടെ. ഓക്കെ ഓക്കെ. എന്തോ മാം അതിൽ പറയുന്നത് ടേക്ക് അവേ ഓൾ ജ്വല്ലറീസ് ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ്. റിസ്റ്റിൽ നിന്നും ഹാൻഡ്സിൽ നിന്നും അത് അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ മെർക്കുറി ആയിട്ട് വാല്യുബിൾ മെറ്റൽസ് കമ്പൈൻ ചെയ്യില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് അവിടെ. എടാ കൊടുത്തേക്കുന്നതല്ലേ, നോട്ട് വെട്ടിക്കളയാ അവിടെ. നോക്കേ, ടേക്ക് അവേ ജ്വല്ലറീസ്, നമ്മൾ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ഓക്കെ, മെർക്കുറീസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് നമ്മൾ ജ്വല്ലറീസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. ഇതിൽ cannot എന്നാ കൊടുത്തേക്കുന്നത്. ആ നോട്ട് അങ്ങോട്ട് വെട്ടിക്കളയാ. ഓക്കെ. ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? എന്താണ്? ഗ്ലൗസ്, മാസ്ക്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE കിറ്റ്. ഓക്കെ, PPE എന്തൊക്കെയാണ് അതിൽ വരുന്നത്? പേഴ്സണൽ സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് PPEയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഏതൊക്കെയാണ്? മാസ്ക്, ഗ്ലൗസ്, ഗോഗിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്പിറേറ്റേഴ്സ്. ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതിലൂടെ, ശ്വസിക്കുന്നതിലൂടെ നമുക്ക് പലതരം ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. മേ ബി ബ്രീത്തിങ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അത് ലങ്സിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. മാസ്ക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഒക്കെ നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം.
ക്ലിയർ ആയോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എവിക്ട് ഏരിയ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എവിക്ട് ഏരിയ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടേക്ക് അവേ ജ്വല്ലറീസ്, ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ ഈസ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഫോർത്ത് വൺ എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. എന്താ പറയുന്നത്? ആ സ്പില്ല്, ഓക്കെ, അത്തരത്തിലുണ്ടാവുന്ന ലീക്കേജ് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം, അത്തരം സ്പില്ലേജിനെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം. ലൈക്ക് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് അബ്സോർബ് ചെയ്യാം. ഓക്കെ, ഫ്രം സ്പ്രെഡിങ്, സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം. പിന്നെ ഇത്തരം യൂസ് ചെയ്യുന്ന ഈ അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ എവിടെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത എന്താണ്? ഹസാഡസ് വേസ്റ്റ്, ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അത് നമ്മൾ എങ്ങനെയാ കണ്ടെയ്നർ സ്കില്ലിനെ കണ്ടെയ്ൻ ചെയ്യണം? ഗോഗിൾസ് മീൻസ് കണ്ണട. ഓക്കെ, കണ്ണട നമ്മുടെ കണ്ണിൽ തെറിക്കാതിരിക്കാൻ, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കണ്ണടകൾ വെയർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? നെക്സ്റ്റ് വൺ എന്താണ്? ക്ലീൻ അപ്പ് ദ സ്പിൽ. ആ സ്പില്ല് ഒരു ലീക്കേജ് ഉണ്ടായാല്, ഇത്തരം ഒരു ലീക്കേജ് ഉണ്ടായാലും നമ്മൾ എങ്ങനെയാണ് ആ സ്പില്ലിനെ ക്ലീൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഏരിയ എങ്ങനെയായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അഡ്ഹിയർ ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ എക്സാക്ട് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറി ഡ്യൂറിംഗ് ക്ലീൻ അപ്പ്. Some hospitals follow all the mercury spill surfaces decontaminated with 10% sodium thiosulfate solution. Very important, note it. 10% sodium thiosulfate solution. അപ്പോൾ മെർക്കുറി സ്പിൽ കിറ്റ് എന്താണ്? മെർക്കുറി സ്പിൽ കിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് മെർക്കുറി സ്പിൽ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അതായത് മെർക്കുറി നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം, സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതിനൊരു മെർക്കുറി സ്പിൽ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മെർക്കുറി സ്പിൽ കിറ്റില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗ്ലൗസ് മുതലായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സ്ക്രോള് സ്ക്രീൻ ചെയ്യാനോ? ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തായിരുന്നു മെർക്കുറി സ്പിൽ കിറ്റ്? മെർക്കുറി സ്പിൽ കിറ്റില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കാം. പിന്നെന്താണ്? മെർക്കുറി അബ്സോർബൻ മെറ്റീരിയൽസ്, നമ്മൾ പറഞ്ഞു സ്പഞ്ച് അല്ലെങ്കിൽ എന്താണ് അബ്സോർബൻ പാഡ്സ് പോലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. പിന്നെന്താണ്? മെർക്കുറി കളക്ഷൻ ടൂൾ, ഈ മെർക്കുറി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് ഉണ്ടായിരിക്കാം, ലൈക്ക് സക്ഷൻ പമ്പ്. ഓക്കെ, മെർക്കുറി താഴെ വീണാല് നമ്മുടെ വെള്ളം പോലെ ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് താഴെ വീണാൽ കിടക്കുന്നത്? ലൈക്ക് ഒരു ഡ്രോപ്സ് പോലെയാണ് അല്ലെ, തുള്ളികൾ പോലെയാണ് താഴെ കിടക്കുന്നത്. അപ്പൊ അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സക്ഷൻ പമ്പ് യൂസ് ചെയ്യാം. ഓക്കെ, സക്ഷൻ പമ്പ്. ദെൻ മെർക്കുറി അബ്സോർബൻ പൗഡർ ഉണ്ട്. മെർക്കുറി അബ്സോർബൻ പൗഡർ, ഈ പൗഡർ ഈ മെർക്കുറിയിൽ സ്പ്രെഡ് ചെയ്താൽ എന്താണ്? ഇത് പൗഡർ ഫോമിലോട്ട് ട്രാൻസ്ഫർ ആവും. ഓക്കെ, ഈ മെർക്കുറി പൗഡർ ഫോമിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെർക്കുറി സ്പിൽ കിറ്റിൽ ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഈ മെർക്കുറി സ്പിൽ കിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അത് മാനുഫാക്ചറേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം ഈ മെർക്കുറി സ്പിൽ കിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറി ഡ്യൂറിംഗ് ക്ലീനപ്പ്. ഈ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എന്താണ്? ഇത് സ്പ്രെഡ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നാ പറയുന്നത്? ഏത് സൊല്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത്? മെർക്കുറി ലീക്കേജ് ഏത് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്? 10% sodium thiosulfate solution. ഓക്കെ, 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ?
Then leave a window open to aerate after the cleanup. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോസ് ഓപ്പൺ ചെയ്തിടാം. എന്തിനാണ്? എയർ പാസിന് വേണ്ടി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ എന്തൊക്കെ ഡിസീസിനാണ് വരാൻ ചാൻസസ് ഉള്ളത്? എന്തൊക്കെ ഡിസീസിന് കാരണമാകുന്നുണ്ട് മെർക്കുറി വേപ്പേഴ്സ്? ഏതൊക്കെയായിരുന്നു? ബ്രീത്തിങ് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ എന്താണ് ലങ്സിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഏരിയ എന്താണ്, ആ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ആ റൂം എങ്ങനെയാണ് എയർ പാസ് ഉള്ളതാക്കി മാറ്റണം. Then after making sure that all the mercury has been removed, continue normal vacuuming and use the cleaned area for customary operations. അതായത് നമ്മൾ ഈ 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള വാക്യൂമിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ദെൻ ജനറൽ പർപ്പസസിന് വേണ്ടി ആ ഏരിയ വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആ ഏരിയ എന്ത് ചെയ്തേക്കായിരുന്നു? ഐസൊലേറ്റ് ചെയ്തേക്കായിരുന്നു. ഓക്കെ, ക്ലീനിങ്ങിന് ശേഷം നമുക്ക് ജനറൽ പർപ്പസിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, ആ ഏരിയ തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലീൻ അപ്പ് ദ സ്പിൽ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട് with the mercury should be discarded as dangerous waste in labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. എന്താ പറയുന്നത്? അതായത് മെർക്കുറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും എവിടെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? നമ്മൾ ലേബിൾഡ് ചെയ്ത മെർക്കുറി വേസ്റ്റ് എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ലോക്കൽ എല്ലാ സ്റ്റേറ്റിന്റെയും ലോക്കൽ ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം നമ്മൾ ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ക്ലിയർ ആണോ? Yes. Okay, then report the spill. Spill should be reported to the concerned staff for documentation and investigation. Okay, എന്താ പറയുന്നത്? സ്പില്ലിനെ കുറിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ലീക്കേജ് ഉണ്ടായ കാര്യം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ, ആ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയായിരിക്കാം? ഡോക്യുമെന്റേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ അതുമായിട്ട് ബന്ധപ്പെട്ട റംസിയ ഒന്നും കൂടെ പറഞ്ഞു. ഏത് പോയിന്റാ റംസിയ? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആണോ? ആ പോയിന്റാ മേഡം, ഒന്നുകൂടി ഒന്ന് പറയുമോ? മനസ്സിലായില്ല. റിപ്പോർട്ട് ദി സ്പില്ലിൽ എന്താ പറയുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള ലീക്കേജ് ഉണ്ടായ കാര്യം നമ്മൾ ഇൻസിഡന്റ് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണോ? റിപ്പോർട്ട് ദി സ്പിൽ ക്ലിയർ ആണോ? ഡിസ്പോസ് ഓഫ് വേസ്റ്റിൽ എന്താ പറയുന്നത്? ഈ വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? നമുക്ക് തോന്നുന്നിടത്ത് കൊണ്ടിടാൻ പാടില്ല. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം, ഗവൺമെന്റിന്റെയോ ലോക്കൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസോ പാലിച്ചായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. കൂടാതെ ലേബിൾഡ് ചെയ്ത മീനിങ് എന്താ? ഓക്കെ, ഗവൺമെന്റ് പിന്നെന്താണ്? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലായിരിക്കണം, നമ്മൾ ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പോ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട്? സ്പില്ലേജ് വേസ്റ്റ് മീനിങ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കണ്ടായിരുന്നു റംസിയ? റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടായിരുന്നോ? ഫസ്റ്റ് ക്ലാസ് കാണാതെ ഈ ക്ലാസ്സിൽ വന്നിരുന്ന ഒന്നും മനസ്സിലാകില്ല. ഓക്കെ,
ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് വി നീഡ് ടു ടേക്ക്? എന്താണ് മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ്? വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? Evict the area. Take away jewelry. അഭിരാമി Take away കണ്ടിന്യൂ. jewelry. അഭിരാമി, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. Wait in the area. Take away jewelry. Wear protective equipment. Contain the spill. Clean up in the spill. Dispose of waste. Report in the spill. ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? രമ്യ, എവിക്ട് ദ ഏരിയ. എന്താണ് എവിക്ട് ദ ഏരിയയിൽ പറയുന്നത്? എന്താണ്? സ്പില്ലേജ് ഉണ്ടായാൽ ആ ഏരിയ ഒഴിപ്പിക്കണം. ആൻഡ് കോൾ എമർജൻസി സർവീസസ്. എമർജൻസി സർവീസിന് കോൾ ചെയ്യാം. പിന്നെന്തായിരുന്നു? പിന്നെ ടേക്ക് അവേ ജ്വല്ലറി. ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ഓക്കെ, വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. പ്രൊട്ടക്റ്റീവ് PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് PPE വരുന്നത്? PPE വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് എക്സെട്ര. ഓക്കെ, പിന്നെന്തായിരുന്നു? കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ്. ഉപയോഗിച്ച് നമ്മൾ ആ സ്പില്ലിനെ കണ്ടെയ്ൻ ചെയ്യണം, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യണം. സ്പ്രെഡ് ആകാതെ അബ്സോർബ് ചെയ്യണം. പിന്നെന്തായിരുന്നു? ക്ലീൻ അപ്പ് ദ സ്പിൽ. എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? മെർക്കുറി സ്പില്ലേജിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? 10% സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ആ 10% സോഡിയം തയോസൾഫേറ്റ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്തായിരുന്നു? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? മെർക്കുറിയുമായി കോണ്ടാക്ട് ചെയ്ത എല്ലാ മെറ്റീരിയൽസും ഡിസ്പോസ് ചെയ്യണം. ലേബൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. മെർക്കുറി ഡേഞ്ചർ, മെർക്കുറി വേസ്റ്റ് എന്ന് ലേബൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ ഡിസ്പോസില്. അത് ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റെഗുലേഷൻ അനുസരിച്ച് വേണം ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അതെ. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, ma'am. Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഷാർട്സ്. ഷാർട്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്തൊക്കെ ഷാർട്സ് ആണ് ഹോസ്പിറ്റലിൽ കാണാൻ കഴിയുന്നത്? എന്തൊക്കെ ഷാർട്സ് ഉണ്ടായിരിക്കാം? ഓക്കെ, നീഡിൽ, Scissors. Medical tools. എന്തോ? Medical tools. ടൂൾസുകളുണ്ട്. പിന്നെന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജിനെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? അതിനും ചില സ്റ്റെപ്പുകളിലൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നീഡിൽസ്, സ്കാൽപ്പൽസ് ആൻഡ് അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ്. സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റാച്ചബിൾ ബ്ലേഡ് ആണ്. യൂസ്ഡ് ബൈ സർജൻസ് യൂസ് ചെയ്യുന്ന ഡിറ്റാച്ചബിൾ ബ്ലേഡ്സ്, നീഡിൽസ്, അല്ലെങ്കിൽ ഷാർപ്പ് നൈഫ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ ഷാർപ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ആൻഡ് അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ് can cause injury and infection to healthcare workers and others who may come into contact with it. ഓക്കെ, ഇതുമായിട്ട് ഷാർപ്പുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ആർക്കൊക്കെയാണ്? ഇത്തരം സ്പില്ലേജുമായിട്ട് ആർക്കൊക്കെയാണ് കൂടുതൽ കോണ്ടാക്ട് വരുന്നത്? ആർക്കൊക്കെയാണ്? Healthcare workers. ഓക്കെ, എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് സംഭവിക്കാം? ഇൻഫെക്ഷൻ വരാം. Injuries, infections. ഓക്കെ,
ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ പലതരം ഡിസീസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ? മുറിവുകൾ ഉണ്ടാവാൻ ഇത്തരം നീഡിൽസ്, ഇത്തരം ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ ദേഹത്ത് കുത്തി നമുക്ക് ഇഞ്ചുറീസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ടായാലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ബ്ലഡ് ബോൺ പാത്തജൻ. പിന്നെന്തായിരുന്നു? പലതരം വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനായിട്ട്, ഇൻഫെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറീസിലൂടെ ഇത്തരം അസുഖങ്ങൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോ ഹിയർ ആർ സം സ്റ്റെപ്സ് ഫോർ മാനേജിങ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? അതിന്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? അഗെയിൻ, യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ്? PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബിഫോർ അപ്രോച്ചിങ് ദ സ്പിൽ, പേഴ്സണൽ ഷുഡ് വെയർ സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. സ്യൂട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്ലൗസ് ആൻഡ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് ടു അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ വേസ്റ്റ് ആൻഡ് അവോയ്ഡ് ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് ഒക്കെ തടയാനായിട്ട് നമ്മൾ ഈ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താ? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് എന്തായിരിക്കും? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് അറിയോ? എന്താ ബിരാമി? അറിയില്ല. ഓക്കെ, പങ്ക്ചർ റെസിസ്റ്റന്റ് നമ്മൾ പറഞ്ഞു ഷാർപ്സ് ആണ്. അപ്പൊ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ട് വെച്ച് എന്ത് പറ്റാൻ ചാൻസ് ഉണ്ട്? അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ കീറി പോകാതെ ഇരിക്കുന്ന പങ്ക്ചർ വുഡ്, അത് പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ ഇത് പുട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? പിന്നെന്താണ്? ഗ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ എന്താണ്? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. Use a puncture-resistant container to pick up carefully any sharps and put them in a labeled biohazard bag or container for discarding. Discardingന് വേണ്ടി നമ്മൾ എങ്ങനത്തെ ബാഗിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്? സ്ക്രീൻ ഓക്കെ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ കണ്ടെയ്ൻ ദ സ്പിൽ എന്താ പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പിൽ നമ്മളൊരു പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം ഷാർപ്സിനെ പുട്ട് ചെയ്യേണ്ടത്, ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ ലേബിൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബയോഹസാർഡ് ബാഗ് അല്ലെങ്കിൽ ബയോഹസാർഡ് വേസ്റ്റ് നമ്മൾ ലേബിൾ ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ ക്ലിയർ അപ്പ് ദ സ്പിൽ. ആ ഏരിയ എങ്ങനെ ക്ലിയർ ചെയ്യാം? യൂസ് എ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു ക്ലീൻ ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി. സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ ആപ്റ്റ് കോൺസെൻട്രേഷൻസ് ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ്. എങ്ങനെയാണ്? നമുക്കൊരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യാം. പിന്നെന്താണ്? മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ അപ്പ് ദ സ്പിൽ. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഷാർപ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ റംസിയ? സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? മാം എനിക്ക് സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം ഒരു ഷാർപ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE വെയർ ചെയ്യണം. പിന്നെ കണ്ടെയ്ൻ ദ സ്പിൽ, സ്പില്ലിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം? ഓക്കെ, നമ്മൾ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം സ്പില്ലിനെ, ഇത്തരം ഷാർപ്സിനെ പുട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്.
ക്ലിയർ അപ്പ് ദ സ്പിൽ. ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ ആ ഏരിയ ഡിസിൻഫെക്റ്റ് ചെയ്യണം. മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചായിരിക്കണം ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? All materials that come into contact with sharp spillage should be get rid of as dangerous waste labeled biohazard bags or container. എങ്ങനെയാണ്? എല്ലാ ഷാർപ്പ് സ്പില്ലേജും നമ്മൾ എവിടെയാണ് ഡേഞ്ചേഴ്സ് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ഓക്കെ, ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വൺ ആണ് റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫിനെ, ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഷാർപ്സുമായിട്ട് ബന്ധപ്പെട്ട സ്പില്ലേജ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാത്തിലും സെയിം സ്റ്റെപ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? What are the steps that we need? Okay, Safe and protective equipment. Contain the spill. Clear up the spill. Getting rid of the waste. Report the spill. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റീവ് യൂസ്, PPE വെയർ ചെയ്യണം. ഓക്കെ, പിന്നെന്തായിരുന്നു? കണ്ടെയ്ൻ ദ സ്പിൽ. കണ്ടെയ്ൻ ദ സ്പിൽ. അതിലെന്താ പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പിൽ എന്താ പറയുന്നത്? അഭിരാമി ആണോ? ഓക്കെ, കണ്ടെയ്ൻ ദ സ്പില്ലിൽ എന്താ പറയുന്നത്? പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ പിക്കപ്പ് ചെയ്ത് അത് ലേബിളുള്ള ബാഗില്, ലേബിളോ അല്ലെങ്കിൽ കണ്ടെയ്നറുള്ള ബാഗില് ഡിസ്പോസ് ചെയ്യണം എന്നാ പറയണേ. ലേബിൾഡ് ആയിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഓക്കെ, ക്ലിയർ അപ്പ് ദ സ്പിൽ എന്താ പറയുന്നത്? ആ ഒരു ഏരിയയില് വേസ്റ്റ് എല്ലാം ഡിസ്പോസ് ചെയ്യണം എന്നാ പറയണേ, കംപ്ലീറ്റ്ലി. ഓക്കെ, പിന്നെന്താണ്? മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം ക്ലിയർ ചെയ്യേണ്ടത്. ദെൻ ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. എന്താണ് ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്? ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബയോഹസാർഡ് ബാഗ് ഓർ കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് വൺ ഈസ് റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയായിരിക്കും? ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹർഷ മ്യൂട്ട് ചെയ്തോളൂ. ഹർഷ ഓക്കെ, അപ്പൊ ഷാർപ്സ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഇനി ഡൗട്ട്സ്? ഗെറ്റിംഗ് റിഡ് എന്ന് പറഞ്ഞാൽ എന്താ മിസ്? ഒഴിവാക്കാനായിട്ട് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം, ഇത്തരം വേസ്റ്റുകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ആയിട്ടാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഹോസ്പിറ്റൽസില് ഏതെല്ലാം ടൈപ്സ് കെമിക്കൽസ്, എവിടെയെല്ലാം കെമിക്കൽസ് കാണാം? എന്തിനെല്ലാം വേണ്ടിയാണ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസില്? ലബോറട്ടറി. ലാബിൽ. ഓക്കെ, റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എവിടെയാണ്? എന്തോ? ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ എന്താണ് ധാരാളം അവസരങ്ങളിൽ പലതരം സിറ്റുവേഷൻസിൽ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ലബോറട്ടറി റിസർച്ചിന്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്?
പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ സ്കിൻ, ആ സർഫസ് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യാറില്ലേ? ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പലതരം സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റൽസിൽ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇത്തരം കെമിക്കൽസിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ലീക്കേജിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? ഓക്കെ, നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. എന്താണ് സ്പിൽ? എത്തരത്തിലുള്ള സ്പില്ലാണ്, എത്തരത്തിലുള്ള കെമിക്കൽ ലീക്കേജ് ആണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, വിലയിരുത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള കെമിക്കൽ ആണോ ലീക്കേജ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആണോ, ഏതാണ്, എത്തരത്തിലുള്ള ലീക്കേജ് ആണ്, എത്തരത്തിലുള്ള കെമിക്കലിന്റെ ലീക്കേജ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ദെൻ സെക്കൻഡ് എന്താണ്? എവിക്ട് ദ ഏരിയ നമ്മൾ എവിക്ട് ചെയ്യണം. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് ലീക്കേജ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ എവിക്ട് ചെയ്യണം. പിന്നെന്താണ്? എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ് എന്താണ്? എവിക്ട് ദ ഏരിയ. ദെൻ തേർഡ് വൺ എന്താണ്? അഗെയിൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം. Personnel should use suitable personal protective equipments, which means PPE. Okay, wear ചെയ്തിട്ടുണ്ടായിരിക്കണം. Like gloves, goggles and respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. ഈ കെമിക്കൽ സ്മോക്ക് ഒക്കെ ഇൻഹെയിൽ ചെയ്യാൻ, ശ്വസിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഇത്തരം PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ആ കെമിക്കലിനെ ഇവാലുവേറ്റ് ചെയ്യണം. എത്തരത്തിലുള്ള കെമിക്കലിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ദെൻ നെക്സ്റ്റ് എന്താണ്? എവിക്ട് ദ ഏരിയ എവിക്ട് ചെയ്യുകയും പിന്നെന്താണ്? എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യുകയും വേണം. തേർഡ് വൺ ആണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ such as absorbent pads to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. അതായത് അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. അബ്സോർബന്റ് പാഡ്, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എന്താണ് നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നത് തടയണം. അതുകൂടാതെ റംസിയ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ റംസിയ? ഓക്കെ, അതുകൂടാതെ ഇത്തരത്തിലുള്ള മാത്രമാണോ കാണാത്തത്? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന അബ്സോർബന്റ് മെറ്റീരിയൽസ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? സ്ക്രീൻ കാണാത്തവര് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, റംസിയ ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ റംസിയ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം അബ്സോർബന്റ് മെറ്റീരിയൽസ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്താണ് സ്പിൽ? എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? റംസിയ പ്ലീസ് മ്യൂട്ട്. Use suitable spill kits or stick to the manufacturer's directives for the exact use of absorbent materials to clean up the spill. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ ഏരിയ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. പിന്നെന്താണ്? മാനുഫാക്ചേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെന്താണ്? ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ കെമിക്കല്
കെമിക്കലിന്റെ സ്പ്രെഡ് ഉണ്ടാകാതെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലീൻ അപ്പ് ദ സ്പിൽ ക്ലിയർ ആണോ? ക്ലീൻ അപ്പ് ദ സ്പിൽ. Then dispose of waste. അതിലെന്താ പറയുന്നത്? All materials that are coming into contact with the chemicals should be thrown away as dangerous waste into labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. അതായത് ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പുട്ട് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ? പിന്നെന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് റിപ്പോർട്ട് ദ സ്പിൽ. Spills should be reported to the concerned staff for documentation and investigation. Ramsia, please mute. ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഇത്തരത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കെമിക്കൽ സ്പില്ലേജ്, ഒരു കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? Evaluate the state zone like minor or major spill. എന്താണ് അതിൽ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം. എത്തരത്തിലുള്ള സ്പില്ലേജ് ആണ്, എത്തരത്തിലുള്ള കെമിക്കലിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ വിലയിരുത്തണം. ഓക്കെ, പിന്നെന്തായിരുന്നു? Evict the area. ഏരിയ എവിക്റ്റ് ചെയ്യണം, ഒഴിപ്പിക്കണം, ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ എമർജൻസി സർവീസിനെ കോൾ ചെയ്യണം. പിന്നെന്തായിരുന്നു? Wear protective equipment. അതിലെന്താ PPE. ഓക്കെ, ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇത്തരം കെമിക്കൽ സ്മോക്ക് ഇൻഹെയിൽ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then പിന്നെ contain the spill. contain the spill എന്താ പറയുന്നത്? Use absorbent material or pad യൂസ് ചെയ്ത് ലേബൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ഡിസ്പോസ് ചെയ്യാം. അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഈ സ്പില്ല് ഇത്തരം കെമിക്കൽസ് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും, ഓക്കെ, അതിനുവേണ്ടി അബ്സോർബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ നിക്ഷേപിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഏതാണ്? ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ പറയുന്നത്? എന്താണ്? ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ എന്താ പറയുന്നത്? എല്ലാ നിയമങ്ങളും പാലിച്ച് ക്ലീൻ ചെയ്യണമെന്ന്. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റ് യൂസ് ചെയ്ത് ആ ഏരിയ ക്ലീൻ ചെയ്യണം. പിന്നെന്താണ്? സ്പിൽ കിറ്റ് യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചറേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെന്താണ്? ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു സ്പ്രെഡിങ് ഉണ്ടാവാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം സ്പിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, എങ്ങനെയുള്ള ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ബാഗിലോ ആയിരിക്കണം. കെമിക്കൽ വേസ്റ്റ് എന്ന് ലേബൽ ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിപ്പോർട്ട് ദി സ്പിൽ. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ എന്താണ് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജില് കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് കണ്ടോ? നെക്സ്റ്റ് പേജ് എടുത്തു എല്ലാവരും. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ വിളിച്ചോ. കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? റംസിയക്ക് ഇപ്പൊ ക്ലിയർ ആണോ സ്ക്രീൻ? റംസിയ ക്ലിയർ ആ മേഡം, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്താണ്
നമ്മൾ ഫസ്റ്റ് ഒരു സ്പില്ലേജ് ഉണ്ടായാൽ, കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ്? എത്തരത്തിലുള്ള സ്പില്ലേജ് ആണ്, എത്തരത്തിലുള്ള കെമിക്കലിലാണ് ലീക്കേജ് ഉണ്ടായിരിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവാലുവേറ്റ് ചെയ്തു, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ്, ഇഫ് മൈനർ, ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ അല്ല ലീക്കേജ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? എന്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഓഫീസേഴ്സ് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഏരിയ ഐസൊലേറ്റ് ചെയ്യണം, ആ ഏരിയ എവിക്ട് ചെയ്യണം. പിന്നെന്താണ്? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ കൺട്രോൾ സ്പില്ലിന് നമ്മൾ കൺട്രോൾ ചെയ്യണം. അബ്സോർബൻ മെറ്റീരിയൽസ്, അബ്സോർബൻ പാഡ് യൂസ് ചെയ്തോ ആ സ്പില്ല് സ്പ്രെഡ് ആവാതെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ആ സ്പില്ലിനെ ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, അണുവിമുക്തമാക്കണം. ദെൻ ആ ഏരിയ വീണ്ടും ക്ലീൻ ചെയ്യണം. പിന്നെന്താണ്? റേസ് ഇൻസിഡൻസ് ഫോംസ്, അതായത് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻസ് ഉണ്ടായാല് എന്തൊക്കെ എന്തെങ്കിലും പ്രോപ്പർട്ടീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിനോ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ, ഓക്കെ, എന്തെങ്കിലും ഇഞ്ചുറീസ്, ആർക്കെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഫോം നമ്മൾ റേസ് ചെയ്യണം. ഓക്കെ, ഇഫ് മൈനർ, ഇപ്പോൾ കെമിക്കലിന്റെ സ്പില്ലേജ് മൈനർ ആണെങ്കിൽ ഇത്തരം സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇഫ് മേജർ ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? നോട്ടിഫൈ അതേഴ്സ്, ആദ്യം തന്നെ മറ്റുള്ളവരെ അറിയിക്കണം. ദെൻ എവിക്ട് ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യണം. ദെൻ പ്രിവെന്റ് അതേഴ്സ് ഫ്രം എന്ററിങ് ദ ഏരിയ, മറ്റുള്ളവർ ആ ഏരിയയിലോട്ട് എൻ്റർ ചെയ്യാതെ നമ്മൾ തടയണം. ഓക്കെ, വാച്ച് ഫോർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി, അതായത് മേജർ ആയിട്ടുള്ള ഒരു കെമിക്കലിനാണ് ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തീ പിടിക്കാനൊക്കെ ചാൻസസ് ഉള്ള കെമിക്കൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മേജർ ആണെങ്കിലും മൈനർ ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് കെമിക്കൽ സ്പില്ലേജിന്റെ അല്ലെങ്കിൽ കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, ma'am. Okay, we just started from there. Mercury spillage waste management, right? നമ്മൾ ഇന്ന് തുടങ്ങിയത് എവിടെ നിന്നാണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്തായിരുന്നു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? സൗമ്യ, എന്തൊക്കെ കാര്യങ്ങളാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഒരു മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? Evict the area, take away jewelry, Okay, protective equipments, PPE, mask, gloves, respiratory. എന്താണ്? Skill kit. നമ്മൾ വെയർ ചെയ്യണം. ഈ വെയർ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? എസ്പെഷ്യലി മാസ്ക് വെയർ ചെയ്യണം എന്ന് പറഞ്ഞു, റെസ്പിറേറ്റേഴ്സ് വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത് സൗമ്യ? മാസ്ക് അല്ലെങ്കിൽ റെസ്പിറേറ്റേഴ്സ് നമ്മൾ വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടി. പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലാതെ വേറൊരു കാര്യം പറഞ്ഞല്ലോ. ആർക്കെങ്കിലും അറിയോ? To prevent inhalation of mercury vapors. അതെ, മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ചെയ്താല് പലതരം ഡിസീസിന് കാരണമാവുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ലങ്സിനെ ഡാമേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? absorbent material. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആ സ്പില്ലേജ് നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ കണ്ടെയ്ൻ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, ക്ലീൻ അപ്പ് ദ സ്പിൽ എന്താ പറയുന്നത്? ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്പില്ലേജ്, ആ വേസ്റ്റിനെ ക്ലീൻ ചെയ്യേണ്ടത്? മെർക്കുറി ലീക്കേജ് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്?
10% സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത്. 10% സോഡിയം തയോസൾഫേറ്റ്. 10% സോഡിയം തയോസൾഫേറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. അവിടുന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ അത്. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ നമ്മളൊന്ന് മാർക്ക് ചെയ്തോളൂ അവിടെ. ആ സൊല്യൂഷൻ വെച്ചാണ് നമ്മൾ ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താണ് നെക്സ്റ്റ് എന്താണ്? വിൻഡോസ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്തിടണം. എന്തിനു വേണ്ടിയാണ്? എയർ പാസിന് വേണ്ടി. ഓക്കെ. ദെൻ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബൽ ചെയ്ത കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യണം. ലേബൽ ചെയ്ത കണ്ടെയ്നറിലോ ബാഗിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ പിന്നെന്തായിരുന്നു? റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. ദെൻ ഷാർട്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഷാർട്സിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഷാർട്സ് വില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ്? സേഫ്റ്റി ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്യണം, യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? കണ്ടെയ്ൻ ദ സ്പില്ലേജ്. സ്പില്ല് നമ്മൾ എങ്ങനെയാണ് സ്പ്രെഡ് ആവാതെ പങ്ക്ചർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം സ്പില്ലിന് നമ്മൾ പുട്ട് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെന്താണ്? ക്ലിയർ അപ്പ് ദ സ്പില്ല്. ഒരു ഡിസ്ഇൻഫെക്ഷൻ സൊല്യൂഷൻ ചെയ്ത് നമുക്ക് ആ ഏരിയ ക്ലിയർ ചെയ്യണം. ഓക്കെ വെരി ഗുഡ്. പിന്നെന്തായിരുന്നു? ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബൽ ആയിട്ടുള്ള ബയോ ഹസാർഡ് എന്ന് എഴുതിയ ബാഗിന്റെ അകത്തോ അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ അകത്തോ നമ്മളത് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ. ദെൻ അഗൈൻ റിപ്പോർട്ട് ദ സ്പിൽ. ഓക്കെ. ദെൻ കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നൗഫിയ, കെമിക്കൽ സ്പില്ലേജ്. Evaluate the site zone like minor or major spill. നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? കെമിക്കൽ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Evaluate ചെയ്യുക. എന്താണ്? ഏത് കെമിക്കൽ ആണെന്ന്, എത്തരത്തിലുള്ള കെമിക്കലിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ. എവിക്റ്റ് ചെയ്യുക. എവിക്റ്റ് ദ ഏരിയ. ഏരിയ എവിക്റ്റ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്? PP proper പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ. PPE വെയർ ചെയ്യണം. contain the spill. സ്പില്ലിന് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ആ സ്പില്ലിനെ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യണം. ഓക്കെ. Clean up the spill. സ്പില്ലിന് നമുക്ക് എങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യണം, എങ്ങനെ ക്ലിയർ ചെയ്യണം? മാനുഫാക്ചറേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു സ്പിൽ കിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്യണം. Then again dispose of waste. Waste എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? ഒരു ലേബൽ ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. റിപ്പോർട്ട് സ്പില്ലിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ആൻഡ് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ, ഈ രണ്ട് ടോപ്പിക്ക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാരും MCQ ഒക്കെ ചെയ്യുന്നില്ലേ? ഓക്കെ. അപ്പോ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ ക്ലാസ്. ഓക്കെ. ബൈ. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം.